എൻ്റെ മെമ്മറി ഭയങ്കര ബാഡാണ്. അപ്പോൾ മാസം, വർഷം ഒക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച യൂത്ത് ധ്യാനം നടത്തിയപ്പോൾ അവരോട് പറഞ്ഞു, ഈ ജൂൺ മാസത്തിൽ മക്കളെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അവർ പറഞ്ഞു, ജൂൺ മാസമാ? ഞാൻ പറഞ്ഞു, ഈ ജൂണിൽ നമ്മൾ പറയുകയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറഞ്ഞു, ഇയാൾക്ക് ഭ്രാന്താന്ന് തോന്നുന്നു ഇത്. ഞാൻ സത്യമായിട്ട് ഇത് ജൂണാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് മെയ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും പോലും എനിക്ക് ബോധമില്ല ഈ കാര്യങ്ങളിൽ. അതുകൊണ്ട് മാസവും വർഷവും ഒക്കെ ഞാൻ പറയുന്നതെല്ലാം തെറ്റിപ്പോവും. അത് ഞാൻ ഒരു മുൻകൂർ ജാമ്യം എടുത്തന്നേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ എനിക്ക് ഓസ്ട്രേലിയക്ക് പോകണം. അവിടെ പെർത്തിൽ ഒരു ധ്യാനമുണ്ട് എനിക്ക്, 3 ദിവസത്തെ ധ്യാനം. ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് രാത്രി പോകുന്നു. എക്സാമ്പിൾ, ഇന്ന് രാത്രി പോകുന്നു, നാളെ ഉച്ച കഴിഞ്ഞിട്ട് അവിടെ എത്തുന്നു, നാളെ വൈകുന്നേരം അവിടുത്തെ ധ്യാനം തുടങ്ങുന്നു. അങ്ങനെയാണ് ഈ ഫ്ലൈറ്റ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഇന്ന് രാത്രി 11 മണിക്കോ മറ്റോ ആണ് ട്രിവാൻഡ്രത്തുനിന്ന് ഫ്ലൈറ്റ്. ഞാനൊരു 2 ദിവസം മുമ്പായപ്പോഴാണ് ദൈവമേ ഞെട്ടലോടെ ഞാൻ ആ സത്യം അറിഞ്ഞത്. എൻ്റെ പാസ്പോർട്ട് കാനഡ എംബസി കിടക്കാണ് ഡൽഹിയിൽ. അത് വരുമെന്ന് എന്നോട് ഏജൻറ്റ് പറഞ്ഞിരുന്നു, ഇങ്ങനെ വരും, ഈ സമയമാകുമ്പോഴത്തേക്ക് വരുമെന്ന്. പക്ഷേ വന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ കാനഡ എംബസിയിൽ നിങ്ങൾക്ക് പരിചയമുണ്ടെന്ന് അറിയത്തില്ല, നമ്മൾ എന്നാ ചെയ്താലും അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് അവിടുത്തെ ഒരു പരിപാടി. അമ്മ എന്നെ കയറ്റിയില്ലേലും വേണ്ടില്ല, അങ്ങനെയാണ് അവർ. കൊള്ളരുതാത്തൊരു എംബസിയാണത്. അല്ല അങ്ങനെ നമുക്ക് വെറുത്തു പോകും. അപ്പോൾ പോകുന്ന കാര്യം തന്നെ ചിലപ്പോൾ നമ്മളങ്ങ് വെറുത്തു പോകും. അതുപോലെയാണ് അത്. സമയത്ത് വരില്ല, ഇങ്ങനെ നമ്മളെ ഇട്ട് ഒരു മെയിൽ അയച്ചാൽ ഒരു മറുപടി കിട്ടില്ല, ഒന്നും കിട്ടില്ല. എൻ്റെ ദൈവമേ എന്നാ ചെയ്യും? ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ, ഇനി അടുത്ത ദിവസം പോകണം. എന്നാ ചെയ്യും? അടുത്ത ദിവസമായി, ഇത് വന്നിട്ടില്ല. നാളെ പോകണം, ഇന്നായി. ഇനി കൊറിയർ അവർ അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മെസ്സേജ് വരും. അയച്ചിട്ടില്ല, മെസ്സേജ് വന്നിട്ടുമില്ല. അപ്പോൾ അയച്ചിട്ടില്ല. ഇനി അവർ ഇന്ന് അയച്ചാലും നാളെ അതിവിടെ എത്തത്തുമില്ല. കേരളത്തിൽ അത് എത്തത്തുമില്ല. ഒരു 3 ദിവസം മിനിമം പിടിക്കും. അപ്പം ഞാൻ അവരോട് കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു, നമ്മൾ ഈ ധ്യാനം നമുക്ക് ഇനി ഒരാഴ്ച വല്ലതും അങ്ങോട്ട് വല്ലതും അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ അച്ഛാ അവർ വെടിവെച്ച് കൊല്ലും. കാരണം ആളുകൾ ലീവെല്ലാം എടുത്ത് ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത്, എൻ്റെ അച്ഛാ ഒരുപാട് പൈസ മുടക്കിയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. എന്നാ അച്ഛാ? ഞാൻ പറഞ്ഞില്ല, ഒന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചാണ്, വെറുതെ ചോദിച്ചാണ്. ഞാൻ പറഞ്ഞില്ല പാസ്പോർട്ടില്ലെന്ന്. ദൈവമേ, അതുങ്ങൾക്ക് അറ്റാക്ക് വരും. അപ്പൊ നാളെ പോണേ, തലേന്ന് വൈകുന്നേരം ആയപ്പോൾ അയ്യോ ദൈവമേ എന്നാ ചെയ്യും? അങ്ങനെ ഓർത്തിരിക്കുമ്പോൾ എന്നോടൊരാൾ പറഞ്ഞു, ട്രിവാൻഡ്രം MP ശശി തരൂരാണ്. അദ്ദേഹം ഒരു മെയിൽ അയച്ചാൽ ചിലപ്പോൾ കാനഡ എംബസി, കാരണം അദ്ദേഹം ഈ ഫോറിൻ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളാണ്, അപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു 2 പേര് സെക്രട്ടറിമാരോ അങ്ങനെ മറ്റോ എനിക്കൊരു കോണ്ടാക്ട് ഒരാളെ തന്ന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, 2 പേരും പറഞ്ഞു ഉറപ്പായിട്ട് ഇന്ന് തന്നെ MP കൊണ്ട് മെയിൽ അയപ്പിച്ചേക്കാന്ന് പറഞ്ഞു. ഞാൻ അത് വിശ്വസിച്ചിരുന്നു. ഈ യുവമാരൊക്കെ പറയുന്നത് നുണയാന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. മനസ്സിലായോ? അവർ മെയിലൊന്നും അയപ്പിച്ചൊന്നുമില്ല. ഞാനൊരു മെയിൽ അയച്ചു. ആ മെയിലിൻ്റെ കണ്ടന്റ് ഇതാണ്: എനിക്ക് കാനഡ വിസ വേണ്ട, എൻ്റെ പാസ്പോർട്ട് തരാവോ? ഇതാണ് എൻ്റെ മെയിലിൻ്റെ ഉള്ളടക്കം. എനിക്ക് നിങ്ങളുടെ വിസ വേണ്ട. പിറ്റേ ദിവസം രാവിലെ, ഇനി ഒന്നും ചെയ്യാനില്ല, ഞാൻ രാവിലെ പോൾസൻ ചേട്ടനും ഉണ്ട്, ഞങ്ങൾ 2 പേരും കൂടെ നേരെ ഡൽഹിക്ക് പോയി. പെട്ടിയെല്ലാം എടുത്താൽ പോയെ. കാരണം ഇനിയെങ്ങാനും കിട്ടിയാൽ ആ വഴിക്ക് ഓസ്ട്രേലിയക്ക് പോകാൻ ഓർത്തിട്ട് എല്ലാം പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് നേരെ ഡൽഹിക്ക് പോയി. ഡൽഹി എയർപോർട്ടിൽ ചെന്നിറങ്ങിയിട്ട് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ഞങ്ങളുടെ കർദിനാൾ ക്ലീമീസ് പിതാവിനെ വിളിച്ചു. പിതാവേ, ഈ അങ്ങേക്ക് MP തരൂരിനെ പരിചയമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനൊരു ആപത്തിലാണ്, അദ്ദേഹത്തോടൊന്ന് പറയാം. അപ്പോൾ എന്നോട് ചോദിച്ചു, ആ MP എവിടെ ഉണ്ട് ഇപ്പോൾ? ഞാൻ പറഞ്ഞു അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് പറയട്ടെ. അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ അദ്ദേഹം സിംഗപ്പൂരോ മറ്റോ ആണ്. അപ്പോൾ എനിവേ കോണ്ടാക്ട് നമ്പർ പിതാവിൻ്റെ കയ്യിലുണ്ട്.
അപ്പോൾ പിതാവ് പറഞ്ഞു ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. വിളിച്ചു. ഏതായാലും ദൈവഭാഗ്യം പോലെ അദ്ദേഹം ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ഒരു അച്ഛൻ ഇന്ന് പോകേണ്ടതാണ് കാനഡ എംബസിയിൽ നിന്ന്, അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സെക്രട്ടറി 2 പേരും പറഞ്ഞു മെയിൽ അയച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം അദ്ദേഹം പറയുകയാണ്, അപ്പോഴാണ് പുള്ളി അത് അറിയുന്നത്. മറ്റവന്മാർ ചുമ്മാ അടിച്ചാണ്, അയച്ചിട്ടുണ്ട് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, വെറുതെ പറഞ്ഞാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, അത് പിതാവേ നമുക്ക് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വിളിച്ച് പിതാവിനോട് പറഞ്ഞു, പിതാവേ ആ അച്ഛനോട് പിന്നെ പാന്ന് പറ, കാരണം നടക്കത്തില്ല. എന്തെന്നറിയാം, ഈ അടുത്തിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ട് കാനഡ അംബാസഡറെ ഇന്ത്യ പുറത്താക്കി, ഇന്ത്യൻ അംബാസഡറെ കാനഡയും പുറത്താക്കി. എൻ്റെ പാസ്പോർട്ട് അതിനകത്തിരിക്കുകയാണ്. നിങ്ങൾ നോക്കണം, ഇവർക്ക് പുറത്താക്കാൻ കണ്ട സമയം, എൻ്റെ പാസ്പോർട്ട്. അപ്പൊ എന്നെ പിതാവ് വിളിച്ചിട്ട് പറഞ്ഞു, അച്ചോ അവരെ വിളിച്ചിട്ട് പറ അടുത്ത ആഴ്ച എങ്ങാണല്ല അടുത്ത ആഴ്ച എങ്ങാണ്. ഞാൻ പറഞ്ഞു, അതിലും ഭേദം ഞാൻ വല്ല അന്റാർട്ടിക്കും പോയി വല്ല മഞ്ഞിനകത്ത് പാത്തിരിക്കും. എങ്ങനെയാണ് ഇപ്പൊ നിങ്ങളോട് ഇന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് സമയമാകുമ്പോൾ തലേന്ന് വിളിച്ചിട്ട് പറയാണ് പാസ്പോർട്ട് ഇല്ല, വരുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടുന്ന് ആള് പിടിച്ച് അവിടെ വണ്ടി വിളിച്ച് വന്ന് തല്ലിയിട്ട് പോകും അല്ലേ? അപ്പോ എൻ്റെ ദൈവമേ എന്നാ ചെയ്യും? അപ്പൊ ഇനി ഒരു മാനുഷിക വഴിയില്ലല്ലോ. ഇനി ഒന്നും ചെയ്യാനില്ല. കാരണം അംബാസഡർ പുറത്താക്കിയ അയാൾ വെട്ടിയെടുത്ത് വീട്ടിൽ പോയി. അപ്പൊ അദ്ദേഹം MP പറയുകയാണ്, അവിടെ ഉള്ളവരെ കാനഡക്കാരെല്ലാം പോയെന്ന് പറഞ്ഞു. ഇനി ഇന്ത്യക്കാരെ കുറച്ച് പേര് അതിനകത്തുണ്ട്. പാസ്പോർട്ട് ഇനി എങ്ങനെ കിട്ടാനാണ്? എല്ലാം ഡിലേ ആണെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ എന്നാ ചെയ്യും? ഇനി മാനുഷികമായിട്ട് ഒരു വഴിയില്ലല്ലോ. അപ്പൊ ഇനി ദൈവം മാത്രമേ ഉള്ളൂ വഴി. അപ്പൊ ഞാൻ മൗണ്ട് കാർമലിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു ഭയങ്കര സീക്രട്ട് ഒരു ഓപ്പറേഷൻ ഉണ്ട് എമർജൻസിയിൽ. അതെന്താണെന്നറിയോ? ഒരു 5 അച്ഛന്മാര് ഒരു 5 ബലിപീഠത്തിൽ നിന്ന് ഒരു കുർബാന അങ്ങ് ചൊല്ലും. ഓരോ അച്ഛൻ ഓരോ ചാപ്പലിലോട്ട് പോവും, കുർബാന അർപ്പിക്കും. അപ്പോൾ മൗണ്ട് കാർമലിൽ വിളിച്ച് പറഞ്ഞു, നമ്മുടെ അവസാനത്തെ ആയുധം എടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ അച്ഛന്മാർ അവിടെ അന്ന് 5-6 പേരുണ്ട്. എല്ലാവരും ഓരോരുത്തരും ഓരോ ബലിപീഠത്തിലേക്ക് പോയി അവർ കുർബാന അർപ്പിക്കാൻ തുടങ്ങി. ഞാൻ ചുരുക്കി പറയാം നിങ്ങളോട്, ഉച്ചയ്ക്ക് 2:30 മണിക്ക് പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി. രാത്രി സെയിം ഫ്ലൈറ്റിന് ഞാൻ ഓക്കെ. ഹ്യൂമൻ സൊല്യൂഷൻസ് ഒന്നും വർക്ക് ചെയ്യത്തില്ല അവിടെ. പറ്റുമോ? കാനഡ എംബസിയുടെ വാതിക്ക് ചെല്ലുമ്പോൾ അവിടെ അകത്തോട്ട് കയറ്റി കൊടുത്തൂലുമില്ല. ഒന്നും ചെയ്യാനില്ല. അതായത് നമ്മൾ അയച്ച ഒരു കോണ്ടാക്റ്റ് അവർ കണ്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. 5 കൊല്ലം വിസയും അടിച്ച് കാനഡയുടെ പാസ്പോർട്ട് എൻ്റെ കൈ കിടക്കും. മനസ്സിലായോ? അവിടെ ദൈവം പ്രവർത്തിച്ചാലേ പറ്റൂ. ദൈവം പ്രവർത്തിച്ചു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ല സമയം കളയാതിരിക്കാൻ വേണ്ടി. ഭയങ്കര മിറാക്കുലസ് ആയിട്ടാണ് അവിടെ ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതായത് കുരിശിൽ എന്തോരം പവറുണ്ടോ അത്രയും പവർ സിസ്റ്ററിൻ്റെ ചാപ്പലിലെ ബലിപീഠത്തിലുണ്ട്. അത് നമ്മൾ ആ കുർബാനയുടെ പവറിൽ ആശ്രയിച്ചാൽ അതിശക്തമായ വിമോചനം കിട്ടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അതിശക്തമായ വിമോചനം പരിശുദ്ധ കുർബാനയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകണം. അതായത് നിങ്ങൾ എവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കുർബാനയെ വിശ്വസിക്കാൻ പറ്റുന്ന, അതായത് നിങ്ങൾക്കെല്ലാം കുർബാനയിൽ ഓൾറെഡി വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ദിവ്യാരണ്യ കോൺഗ്രസിന് വന്നേ അല്ലേ? വിശ്വാസമുണ്ട്. ഇനി നിങ്ങൾ ഇവിടെ ഇത്രയും പേര് നല്ല ചാർജ്ഡ് ആയിട്ട് ഇവിടുന്ന് പോയിട്ട് നിങ്ങളുടെ ഇടയിലുള്ള സകല മനുഷ്യരിലും കുർബാനയുടെ ഒരു പവർ ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നതിന് ഇൻസ്ട്രുമെൻസ് ആയിട്ട് മാറണം. അങ്ങനെ ആളുകളെ നിങ്ങൾ കുർബാനയിലേക്ക് അട്രാക്റ്റ് ചെയ്യണം. എങ്ങനെയാണ് ആളുകളെ? നമുക്ക് ഏത് കാര്യത്തിലും മനുഷ്യന് അട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്നാ ഉണ്ടായി? ഒരു വിശ്വാസം ഉണ്ടായി. അയ്യോ ശരിയാണല്ലോ, അച്ഛൻ ദേ കുർബാന അർപ്പിച്ചപ്പോൾ അത് സംഭവിക്കാം. അപ്പം ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യണം. വിശുദ്ധ കുർബാനയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ പങ്കുവെക്കണം. മനസ്സിലായോ? ഫാമിലിയിൽ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവും.
സകലമാന ചപ്പും ചവറും ഫോർവേഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണം? അല്ല, അതല്ലേ അതിനകത്ത് മുഴുവൻ എല്ലാം ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണം? നല്ല 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 അനുഭവങ്ങൾ, നമുക്കുണ്ടാവുന്ന എക്സ്പീരിയൻസസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറയാം? ഇത്രയും പേര് ഇപ്പം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു, നമ്പർ എനിക്ക് അറിഞ്ഞൂടാ, ടോട്ടൽ 1000 പേരെന്ന് കൂട്ടിക്കും. 2000 പേര്, ഇച്ചിരി കൂട്ടി പറഞ്ഞു, 5000 പേര്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു 2000 പേര് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു 2000 പേര് അങ്ങോട്ട് ഇറങ്ങി നിങ്ങളൊരു 5 പേരെ വീതം പിടിച്ചാൽ നിങ്ങൾ 10000 പേരിലേക്ക് യേശുവിൻ്റെ കുരിശിൻ്റെ ചൈതന്യത്തെ വ്യാപിപ്പിച്ചു. 10000 പേരായില്ലേ? ആ 10000 പേരിൽ നിന്ന് അടുത്ത 50000 പേരിലേക്ക് അത് പോകും. അവിടുന്ന് അത് 2.5 ലക്ഷം ആളുകളിലേക്ക് പോകും. പോവില്ലേ? ഇതൊരു പകർച്ചവ്യാധി പോലെ വ്യാപിക്കും കുർബാന. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഒരുപാട് അനുഭവമുണ്ട്. ഞാൻ ഇനി ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ പറയാം. ഒത്തിരി അനുഭവമുണ്ട്. എന്നറിയാം, നമുക്ക് നമ്മളെ വല്ലാതെ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. നമുക്കൊരിക്കലും ബലിപീഠം ഇപ്പം എനിക്ക് ജീവിതത്തിൽ ഒരു തീരുമാനമുണ്ട്. എന്താണെന്നറിയോ? ലോകത്തെവിടെ പോയാലും കുർബാന അർപ്പിക്കാതെ മുറി വിട്ടു പോകരുത്. ഇതെൻ്റെ തീരുമാനമാണ്. ഇത് ലോകത്തെവിടെ പോയാലും. ഇപ്പം ഇന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഇന്നലെ കുർബാന ചൊല്ലിയത് വെളുപ്പിനെ 3 മണിക്കാണ്. ഇന്നലെ രാത്രി ഒന്നാമത് ഉറക്കമില്ല, രണ്ടാമത്തെ കാര്യം അല്ലെങ്കിൽ രാവിലെ റഷ് ചെയ്ത് പോരേണ്ടി വരും. അതുകൊണ്ട് രാത്രിയിൽ കുർബാന ചൊല്ലി. ഇന്നത്തെ കുർബാന ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്, ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് കുർബാന അർപ്പിച്ചിട്ടാണ് കയറി വന്നത്. എന്തെന്നറിയോ? എനിക്കറിയാം, ഞാൻ കുർബാന അർപ്പിച്ചിട്ട് പോയാൽ സാത്താന് എൻ്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതെൻ്റെ ഫെയ്ത്താണ്. കാരണം എനിക്കറിയാം, ഞാൻ കുർബാന അർപ്പിച്ച് കുർബാന സ്വീകരിച്ചിട്ട് പോയാൽ അവിടെ എന്നെ ഒരു സംരക്ഷണം വലയും ചെയ്യും. എന്നെ പല രീതിയിൽ സാത്താൻ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്, പല രീതിയിൽ. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും. കഴിഞ്ഞ ഏപ്രിൽ 9 ഒരു അപകടം ഉണ്ടായി. ആ കാറിൻ്റെ ഫോട്ടോ കണ്ടവർ തന്നെ അറ്റാക്ക് വന്നിങ്ങനെ ഇരുന്നു പോയി. പക്ഷെ ഒരു പോറല് പോലും ഇല്ലാതെ ദൈവം സംരക്ഷിച്ചു. എന്താ കാര്യം? അകത്ത് പരിശുദ്ധ കുർബാന കിടക്കുകയാണ്. പരിശുദ്ധ കുർബാന പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഈ കുർബാനയിൽ നമ്മൾ അതുപോലെ ആശ്രയിച്ചോണം. ഒറ്റ ദിവസം കളയരുത്. വിശുദ്ധ കുർബാന ഇല്ലാതെ ഒരു ദിവസം പോലും ജീവിക്കരുത്. $10 കുറച്ച് കിട്ടിയാലും വേണ്ടില്ല, 1 മണിക്കൂറിൻ്റെ പൈസ പോയാലും വേണ്ടില്ല. കുർബാനയ്ക്ക് പൊക്കോണം.